നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യം പലപ്പോഴായും നമ്മുടെ നാട്ടിൽ സജീവമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും ഇതിൻ്റെ ഉത്തരം ലളിതമായി പറയാറുണ്ടാവുക ഇല്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വിചാരം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതാണ് രാഷ്ട്രീയം എന്നുള്ളൊരു തെറ്റായ ധാരണ നമുക്കുണ്ടാവാറുണ്ട്. ശരിക്കും എന്താണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്റ്റീവ് ഡെസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഉത്തരം. അഥവാ കൂട്ടമായ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ ആ നാട്ടിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമായി പലപ്പോഴും മാറുന്നില്ലേ? നമ്മൾ നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് വില കൂടിയത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടാവും. അതൊരു രാഷ്ട്രീയമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നത് അതൊരു രാഷ്ട്രീയമാണ്. പക്ഷെ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആളുകൾ, ഒരു സമൂഹം എന്ന് പറയുന്നത് ശരിക്കും കൂട്ടമായി ആളുകൾ ജീവിക്കുന്നിടത്താണ്. ഈ കൂട്ടമായി ജീവിക്കുന്നിടത്ത് ആളുകൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല. ഇപ്പം നമ്മൾ നോക്കാം, ഒരു 10 ആൾ, ഈ 10 ആളുകൾ എടുക്കുന്ന സമയത്ത് 10 ആളുകളുടെയും അഭിപ്രായം ഒന്നാകണമെന്നില്ല. 10 ആളുകൾക്കും 100 അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഈ 100 അഭിപ്രായങ്ങളെല്ലാം കൂടെ അഭിപ്രായങ്ങളായി രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഒന്നായി എടുക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. ആ സമയത്താണ് 100 അഭിപ്രായങ്ങൾ കൂടെ ഏകീകരിക്കുന്നതിന് വേണ്ടി ഒരു ഐഡന്റിഫൈ ചെയ്ത ചിഹ്നങ്ങളോ ഗ്രൂപ്പുകളോ ആക്കി തിരിക്കുന്നത്. ഈ ഗ്രൂപ്പുകളാണ് നമ്മുടെ നാട്ടിൽ പിന്നീട് പാർട്ടികൾ എന്ന രൂപത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ എവിടെയെങ്കിലൊക്കെ ഭാഗവത്തായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള സാർവത്രിക മേഖലകളിലും സർക്കാർ ഇടപെടണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇടപെടണം എന്നൊരു ചോദ്യം വരികയാണ്. ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? സർക്കാർ ഇടപെടണം അല്ലെങ്കിൽ ഇടപെടേണ്ട? എന്തായാലും ഈ രണ്ടിൽ ഒരു ഉത്തരം നമുക്കുണ്ടാവുമല്ലോ. ഇതിന് ഏത് ഉത്തരമാണെങ്കിലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ സർക്കാർ നമ്മുടെ കാര്യത്തിലെല്ലാം നിയന്ത്രിക്കണം എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള ആളായിരിക്കാം. എന്നാൽ സ്റ്റേറ്റിന് നിയന്ത്രണങ്ങളൊന്നും വേണ്ട, പൂർണ്ണമായിട്ടും വ്യക്തികൾക്ക്, സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയക്കാരനുമായിരിക്കാം.